നല്ല പടമായിരുന്നു. ട്രെയിലർ കണ്ട് ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ സാധാരണ ട്രെയിലർ കണ്ട് വരുമ്പം നമ്മൾ പടം വരുമ്പോൾ ഭയങ്കര മോശമാവുമല്ലോ. ഇതങ്ങനെയല്ല. സിനിമ ത്രൂ ഔട്ട് നല്ല അടിപൊളിയായിരുന്നു. ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയാണെന്ന് പറയത്തേ ഇല്ല. ടൊവിനോ തോമസിൻ്റെ എന്താ പറയുക, വേറൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. 3D ആയിരുന്നു. എഫക്ട്സ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. മ്യൂസിക് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. അടിപൊളി പടം, സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കുറച്ച് ആവറേജ് ആണ്. സെക്കൻഡ് ഹാഫ് അടിപൊളി വിഷ്വൽ ട്രീറ്റ് ആണ്. വന്ന് കാണാതെ ഒരാളും ഇരിക്കില്ല. അതൊരു റിക്വസ്റ്റ് ആണ്. മൂവിയിൽ ഒരു നല്ലൊരു മാജിക് കാണാൻ പറ്റും. ടോവിനോയുടെ 50ാമത്തെ പടം. ടോവിനോ കസറിയൊക്കെയാണ്. ടോവിനോയുടെ അരിഞ്ഞാട്ടം പല റോളിൽ വന്ന് ടോവിനോ ലുക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഫൈറ്റ് സീൻസ് ആയാലും ലവ് സീൻസ് ആയാലും ടോവിനോ ഒരു രക്ഷയില്ല. അതുപോലെ ഇത് ഡെബ്യൂ ഫിലിം ഓഫ് ജിത്തിനാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ജിത്തിൻ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഡെബ്യൂ ഫിലിമാണ്. മനോഹരമായി എടുത്തിരിക്കുന്നു, സൂപ്പറായിട്ട് എടുത്തിരിക്കുന്നു. അതുപോലെ കൃതി ഷെട്ടിയുടെ നല്ല ആക്ടിങ് ഉണ്ട്. അതുപോലെ കാണാൻ നല്ല ഗ്രേസ്, അതുപോലെ കെമിസ്ട്രി വിത്ത് ടോവിനോ വെരി നൈസ്. മൊത്തത്തിൽ അടിപൊളി. അറിവ് പ്രത്യേകം പറഞ്ഞ സുർബിയുടെ സീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സുർബി സൂപ്പർ ആക്ടിങ്. ടോവിനോവും സുർബി ആയിട്ടുള്ള സീൻസ് എല്ലാം മനോഹരമായിട്ടുണ്ട്. ടോവിനോ അഴിഞ്ഞാടിയൊക്കെയാണ് ഒരു പടം. കാരണം ഇത്രയും മെയ് വഴക്കത്തോടെ വേറൊരാൾ സിനിമയിൽ, മലയാള സിനിമയിൽ ലാലേട്ടൻ കഴിഞ്ഞ് ചെയ്യുന്ന കാണുന്നത് ഞാൻ ടോവിനോ ആണ്. സത്യം പറയേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര 50th ഫിലിം ടോവിനോ അടിപൊളിയെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ പ്രത്യേകം പറയുന്ന സിനിമാറ്റോഗ്രാഫി ജോമോൻ ഡി ജോൺ അമേസിംഗ് വർക്ക്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം മനോഹരം. ഇവിടെ കുഴപ്പമില്ല. ഒരു ഫോക്ലോർ കണ്ടിരിക്കുന്ന രീതിയിലുള്ള പടമാണിത്. പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ടൊവിനോയുടെ പെർഫോമൻസും പിന്നെ മ്യൂസിക് എംബേജും BGM മെയിൻ ഹൈലൈറ്റ് ആണ് പടത്തിൽ. ലൈക്ക് നല്ല വർക്കായിരുന്നു അത്. പിന്നെ 3D എക്സ്പീരിയൻസും നൈസ് വർക്കാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു 3D പടം ഇറക്കിയിട്ടില്ല. പിന്നെ ചില സ്ഥലത്ത് മാത്രമേ വണ്ടർലയിൽ നമ്മൾ 3D പടം കാണുന്ന പോലെ ആ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വരുന്നു, പടക്കം പൊട്ടിയും ഇങ്ങനെ വരുന്നു. അത് കുറച്ച് നെഗറ്റീവ് ആയിട്ട് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്. അടിപൊളി പടമായിരുന്നു. മീൻസ് ഒരു നല്ലൊരു മേക്കിംഗ് ആയിരുന്നു. മീൻസ് അടിപൊളി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സാധനമുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പടത്തിൽ. ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ടോവിനോയുടെ എഫേർട്ട് ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മണിയൻ എന്ന ക്യാരക്ടർ അടിപൊളിയായിരുന്നു. മീൻസ് മ്യൂസിക് ആരാന്ന് എനിക്ക് പേരറിയില്ല, പക്ഷേ പുള്ളിയുടെ വർക്ക് അടിപൊളിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിലെ ഇത്ര ഒരു കിടിലം പടം എടുത്തത് ഹാറ്റ്സ് ഓഫ്. കിടിലം പടം. 3D എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് ഏരിയസിലെ പ്രത്യേകം നല്ല 3D എഫക്റ്റ് ആയിരുന്നു. സിനിമ കൊള്ളാം. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫാണ് കൊള്ളാം എന്നുള്ളത്. 3 ക്യാരക്ടറായിട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ടോവിനോയുടെ ഒരു 3 ക്യാരക്ടർ ഒന്നും പറയാനില്ല. നല്ലതുപോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും എല്ലാ രീതിയിലും. കഥ കുറച്ചൊക്കെ ഒരു പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു മാസ് എലിവേഷൻസ് ഒക്കെ അങ്ങനെ എക്സ്പെക്ട് ചെയ്തല്ല. നമ്മൾ ആ ഒരു കഥ ആ ഒരു മൂഡിലേക്ക് ഇറങ്ങിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടും. എന്നാൽ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഗൂസ് ബംസ് മൊമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഉയർച്ച താഴ്ചകളെല്ലാം ഈ ഒരു സിനിമയിൽ ഉടനീളം കിട്ടുന്നുണ്ട്. 3Dയിൽ ഇത് സിനിമ വളരെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. സിനിമയുടെ പല സീനുകളും നമുക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു നല്ലൊരു അനുഭവമാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്.